രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ രാധ ഞാൻ രാധ കണ്ണനെ മറക്കാത്ത രാധ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ വൃന്ദാവനം നീ മറന്നോ മധുരയെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധയെ നീ മറന്നോ കണ്ണാ പൈക്കളെ നീ മറന്നോ രാധ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ 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 മറന്നിട്ടും മറക്കാത്ത രാധ മറന്നിട്ടും മറക്കാത്ത രാധ രാധേ രാധേ ഓ രാധേ 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 എന്ന ചാനലിൻ്റെ 143-ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നിങ്ങൾ കാത്തിരുന്ന വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ രാധയെ കാണാൻ പോകുന്ന ആ അവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് നിങ്ങളുടെ അടുത്ത് ഞാൻ പറയാനായിട്ട് പോകുന്നത്. അതിനു മുമ്പ് എല്ലാ തിങ്കളാഴ്ചയും നാരായണീയമാണ്, ചൊവ്വാഴ്ചയാണ് രാധയുടെ പ്രണയം, വ്യാഴാഴ്ച അഷ്ടപതി. ഇംഗ്ലീഷ് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഞാൻ സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ ക്ലാസ്സുകൾ ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്കത് കേൾക്കാം. എൻ്റെ അടുത്ത് ചേർന്ന് പഠിക്കണമെന്ന് ആഗ്രഹമുള്ളവരുണ്ട്, അവർക്ക് ഞാൻ കൊല്ലത്താണ്, നിങ്ങൾ വന്നാൽ മതി. 30 ദിവസം കൊണ്ട് ഇംഗ്ലീഷ് സംസാരിക്കും, ഇല്ലെങ്കിൽ ഫുൾ എമൗണ്ടും തിരിച്ചു തരും എന്നതാണ് എൻ്റേത്. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും പ്രത്യേകം താമസിക്കാനുള്ള സൗകര്യങ്ങളുണ്ട്. അതുകൂടാതെ ജ്യോതിഷം ഇട്ടിട്ടുണ്ട്, ഓരോ മാസത്തിൽ ജനിച്ചവരുടെ ഫലം, ഓരോ നക്ഷത്രത്തിൽ ജനിച്ചവരുടെ ഫലം ഇട്ടിട്ടുണ്ട്. അപ്പം നിങ്ങൾ അത് നോക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. 9645333999 എന്നതാണ് എൻ്റെ നമ്പർ. തികച്ചും സൗജന്യമായിരിക്കും എന്ന് പറഞ്ഞ് പൊരുത്തങ്ങളൊന്നും നോക്കാൻ വിളിക്കരുത്. അത്യാവശ്യം നിങ്ങളുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഞാനത് വെച്ചിരിക്കുന്നത്. ചിലരങ്ങനെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി വിളിക്കാറുണ്ട്, പൊരുത്തം നോക്കണം, പിന്നെ പൊതുവേ ഇപ്പം എങ്ങനെ ഉണ്ടെന്നറിയണം. അങ്ങനെയല്ല, നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ആയ കാര്യങ്ങളുണ്ടെങ്കിൽ, ധനപരമായ ബുദ്ധിമുട്ട്, അസുഖം വന്ന് വലയുന്നു, വിവാഹപ്രായം കഴിഞ്ഞിട്ടും വിവാഹം നടക്കുന്നില്ല, അങ്ങനെയൊക്കെ എന്തെങ്കിലും നിങ്ങൾക്ക് അർജൻറ്റ് കാര്യങ്ങൾക്കാണ് നിങ്ങൾ വിളിക്കേണ്ടത്. പിന്നെ അതേ കണക്ക് പ്ലേലിസ്റ്റ് എടുത്താൽ അഷ്ടാവക്ര ഗീതയുണ്ട്, ഹിന്ദുക്കൾ അറിയേണ്ടവയുണ്ട്, നിശ്ചയമായും നിങ്ങളത് കാണേണ്ടതാണ്. അതേ കണക്ക് തന്നെ അതിനകത്ത് ക്ഷേത്രങ്ങളെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട്, ബുദ്ധൻ്റെ ജനനം മുതൽ മരണം വരെയുള്ള വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട്, അത് കാണണം നിങ്ങൾ. പിന്നെ ഷോർട്ട് വീഡിയോസ് ഒരുപാടുണ്ട്, ഭക്തമീരയുടെ വീഡിയോ ഉണ്ട്, ഇതൊക്കെ കാണുക. അതുകൂടാതെ തന്നെ നമ്മുടെ കൃഷ്ണപ്രിയ രാധാ സഹസ്രനാമം വരികൾ ഉൾപ്പെടെ ഉള്ളതുകൊണ്ട്, വരികൾ എഴുതാത്തതുകൊണ്ട് രണ്ടും പാടിയിട്ടിട്ടുണ്ട്. രാധികാ കവചൻ 2 ഉണ്ട്, ഇത് രണ്ടും ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് രണ്ടും നിങ്ങൾ കാണുക. അതേപോലെ തന്നെ രാധികാ കവചം പാടിയും കൃഷ്ണപ്രിയ ഇട്ടിട്ടുണ്ട്, അതും നിങ്ങൾ കേൾക്കുക. അപ്പോൾ നമുക്ക് പ്രാർത്ഥിച്ചിട്ട് തുടങ്ങാം. ഓം മഹാഗണപതയേ നമഃ. ഓം രാഘവായ രാധേശ്വരായ സ്വാഹ. ഓം ശ്രീ രാധാകൃഷ്ണായ നമഃ. ഓം രാധായേ സ്വാഹ. രാധേ രാധേ ഓ രാധേ രാധേ രാധേ
രാധേ ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ 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 ഓ രാധേ രാധേ ബർസാനെ വാലി രാധാ റാണി കി ജയ്. എൻ്റെ മാതാവ് രാധാ റാണി കി ജയ്. എനിക്ക് സർവൈശ്വര്യങ്ങളും വാരിക്കോരി തരുന്ന എൻ്റെ പൊന്ന് രാധാ റാണി അമ്മ കി ജയ്. എനിക്ക് രോഗങ്ങൾ വരാതെ കാത്തിരക്ഷിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. എന്നെ സർവ പാപങ്ങളിൽ നിന്നും മോചിപ്പിക്കുന്ന രാധാ റാണി അമ്മ കി ജയ്. അപ്പൊ നമുക്ക് തുടങ്ങാം. കഴിഞ്ഞെടുത്ത് നമുക്ക് നിർത്തിയെടുത്തെന്ന് തുടങ്ങാം. അതിനു മുമ്പ് എന്താ പറയേണ്ടത്, ഈ ഷർട്ട് ഇല്ലെങ്കിൽ പിന്നെ നിങ്ങൾ ചോദിക്കും സാറേ പുതിയ ഷർട്ട് ഇട്ടിരിക്കുന്നല്ലോ എന്ന്. അല്ലെങ്കിൽ ഇത് പറയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഈ ഷർട്ട് എൻ്റെ ഒരു ഡോക്ടറായ ആരാധിക, പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല, എനിക്ക് നേരിട്ട് തന്നതാണ്. എന്നിട്ട് എന്നോട് ഒരു കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, സാർ ഇതിട്ടുകൊണ്ട് രാധയുടെ പ്രണയം റെക്കോർഡ് ചെയ്യണേ. ഞാൻ അതിട്ടുകൊണ്ട് രാധയുടെ പ്രണയം റെക്കോർഡ് ചെയ്യുകയാണ്. പക്ഷെ ഇതിൻ്റെ ഒരു അത്ഭുതം, എൻ്റെ കൃത്യ അളവാണ്. ബാക്കിയുള്ളവരൊക്കെ തരുമ്പോൾ ഞാൻ പിന്നെ ഒന്നും കൂടെ ഒന്ന് അടിച്ച് ചെറുതാക്കാറുണ്ട്. പക്ഷെ ഇതങ്ങനല്ല, കൃത്യമായ അളവിലാണ് തന്നിരിക്കുന്നത്. അതെന്നെ അത്ഭുതപ്പെടുത്തുന്നതാണ്. എന്തായാലും ഡോക്ടർക്ക് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇവിടെ നമ്മൾ കഴിഞ്ഞ വട്ടം നിർത്തിയതിടം നിങ്ങൾക്കറിയാം. ഇവിടെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുള്ള ഒരു കാര്യമുണ്ട്. ശരിക്കും മഹാഭാഗ്യവാന്മാരാണ് ഗണപതി ഭക്തരും അയ്യപ്പ ഭക്തരും. എന്തുകൊണ്ടെന്നാൽ അവർക്കൊരിക്കലും അവരുടെ ദൈവത്തിൻ്റെ പ്രവർത്തികളെ ബുദ്ധി ഉപയോഗിച്ച് ന്യായീകരിക്കേണ്ട യാതൊരാവശ്യവും അവർക്ക് വന്നിട്ടില്ല. മറ്റുള്ളവർക്ക് അങ്ങനല്ല. അവരുടെ ദൈവങ്ങളെ അവർക്ക് പലപ്പോഴും ന്യായീകരിക്കേണ്ടി വന്നിട്ടുണ്ട്, അല്ലേ? ഇപ്പം ശിവഭഗവാനാണെങ്കിലും ജടയിൽ ഗംഗയുണ്ടെന്ന് പറയും. പിന്നെ നമുക്ക് ആ ഗംഗ എന്ന് പറഞ്ഞാൽ അങ്ങനാണ്, ഇങ്ങനാണ്, ഇതിൻ്റെ പ്രതീകമാണ്, നിങ്ങൾക്കറിയാത്തത് കൊണ്ടാണെന്ന് വ്യാഖ്യാനിക്കണം. അതേ കണക്ക് കൃഷ്ണന്റെ കാര്യവും ഗോപികമാരും അത് ഒന്നിൻ്റെ പല രൂപങ്ങളാണ്, അങ്ങനാണ്, ഇങ്ങനാണ്. ചില കൈയൊക്കെ കടന്നു കഴിഞ്ഞിട്ട് സാധാരണ മനുഷ്യപ്രേമമായ ഓരോ ഇതൊക്കെ ഉണ്ടല്ലേ, അത് ടിൻ ഫ്ലെയിം അതൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞ് വരെ കൃഷ്ണ രാധാകൃഷ്ണ പ്രേമത്തെ വ്യാഖ്യാനിക്കാറുണ്ട്, അല്ലേ? നമുക്ക് ഇപ്പോൾ മുരുകനാണെങ്കിലും ശരി തന്നെ വള്ളിയുണ്ട്. അതേ കണക്ക് തന്നെ ദേവസേനയും ഉണ്ട്. ദേവായിനി എന്നും വിളിക്കും, ഇന്ദ്രന്റെ മകളാണ്. ഇങ്ങനെയൊക്കെ നമുക്ക് പിന്നെ ബുദ്ധിപരമായി വ്യാഖ്യാനിക്കേണ്ടി വരും. അങ്ങനെ വ്യാഖ്യാനിച്ചപ്പോൾ ഒരിക്കൽ എൻ്റെ അടുത്തൊരു അന്യമതസ്ഥയിൽപ്പെട്ട ആള്, അദ്ദേഹം വളരെ ഇതായിട്ടാണ് ചോദിച്ചത്, അല്ല സാറേ ഇതിപ്പോൾ ഒരു ഇന്റലക്ച്വൽ വിങ്ങിനല്ലേ ഇതൊക്കെ നിങ്ങളിങ്ങനെ പറയുന്നത് സത്യമാണെന്ന് ഇരിക്കട്ടെ, എന്നാൽ പോലും അതൊരു ബുദ്ധിപരമായി ഉയർന്ന തലത്തിൽ നിൽക്കുന്നവർക്കല്ലേ മനസ്സിലാകുന്നത്. സാധാരണ മനുഷ്യരോ സാറേ? സാധാരണ മനുഷ്യർക്ക് വേണ്ടിയല്ലേ ഭഗവാൻ പ്രവർത്തിക്കേണ്ടത്? നമ്മളൊരു ക്ലാസ്സിൽ സാർ ഒരു ടീച്ചറല്ലേ, പഠിപ്പിക്കുമ്പോഴും എല്ലാം അറിയാവുന്ന ഒരാൾക്കല്ലല്ലോ പഠിപ്പിക്കേണ്ടത്, ഒന്നും അറിയാത്തവരെയല്ലേ പഠിപ്പിച്ചേണ്ടി വരേണ്ടത് എന്ന് പറഞ്ഞു. ഞാൻ അതിന് പ്രത്യേകിച്ച് മറുപടി ഒന്നും പറഞ്ഞില്ല. പക്ഷേ എല്ലാ അർത്ഥത്തിലും നല്ല. പിന്നെ രാമനാണെങ്കിൽ പോലും നമ്മൾ പരിപൂർണ ദൈവം എന്ന് പറയുമ്പോഴും അപ്പോഴും സീതയെ കാട്ടിൽ കളഞ്ഞതിനെ കുറിച്ച് ഇന്നും ആശയക്കുഴപ്പമാണ്. അതിൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. എങ്കിലും അതൊക്കെ നമുക്ക് ബുദ്ധി ഉപയോഗിച്ച് വ്യാഖ്യാനിക്കേണ്ടി വരും. പക്ഷേ ഗണപതി ഭക്തർക്ക് ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. അതേ കണക്ക് തന്നെ ആർക്കാണ്? അയ്യപ്പ ഭക്തർക്കും ഇതിൻ്റെ ഒന്നിൻ്റെ ആവശ്യമില്ല. ദേവി ഭക്തർക്കും ഇതിൻ്റെ ഒന്നിൻ്റെയും ആവശ്യം അങ്ങനെ വരുന്നില്ല. രാധാഭക്തർക്കും രാധാറാണിയെ കുറിച്ച് അങ്ങനെ ന്യായീകരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളിനെ കുറിച്ചാണ് ന്യായീകരിക്കേണ്ടത്. ഇവിടെ ഒരു കാര്യം നിങ്ങൾ വളരെയധികം ശ്രദ്ധിക്കുക. ഈ നമ്മൾ പറയത്തില്ലേ ഭക്തി മൂത്ത് ഭ്രാന്ത എന്ന് പറയുന്നത് പോലെയാണ് രാഷ്ട്രീയം മൂത്ത് ഭ്രാന്ത. ഇത് രണ്ടും ഏകദേശം ഒന്നാണ്. ഇപ്പം നിങ്ങളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലോ കോൺഗ്രസ്സിലോ നിങ്ങൾ വിശ്വസിക്കുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ അവർ പറയുന്ന എന്തും നിങ്ങൾക്ക് ന്യായീകരിക്കേണ്ടി വരും, അല്ലേ? നമ്മൾ ചാനൽ ചർച്ചകളിൽ കണ്ടിട്ടില്ലേ? അതുപോലെ നിങ്ങൾ കൃഷ്ണഭക്തരോ ശിവഭക്തരോ മുരുകഭക്തരോ ഏത് ഭക്തരോ ആകട്ടെ, പിന്നെ നിങ്ങൾക്ക് അവർ ചെയ്യുന്നതിനെ കണ്ണും കൂട്ടി ന്യായീകരിക്കേണ്ടി വരും. ഇവിടെയാണ് എൻ്റെ അന്വേഷണം സ്റ്റാർട്ട് ചെയ്യുന്നത്. രാധാറാണിയെ പോലെ ശക്തി സ്വരൂപിണിയായ സാക്ഷാൽ ആദിപരാശക്തി ഭൂമിയിൽ വന്നിട്ട് കൃഷ്ണൻ
വൃന്ദാവനം വിട്ടാൽ അതോടുകൂടി ഒതുങ്ങിത്തീരുന്ന ഒന്നാണോ? അങ്ങനെ ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരാളാണോ രാധാറാണി? അങ്ങനെ ചിന്തിക്കുന്നവൻ മണ്ടനാണ്. ആ ചിന്തയാണ് എന്നെ അങ്ങോട്ട് പോയത്. തീർച്ചയായിട്ടും കൃഷ്ണൻ വൃന്ദാവനം വിട്ടു കഴിഞ്ഞാലും രാധാറാണിക്ക് റോളുണ്ട്. പക്ഷേ നമ്മുടെ ഈ പുരാണം എഴുത്തുകാരൊക്കെ ഞാൻ പറഞ്ഞില്ലേ മുഖസ്തുതിക്കാരാണ്. അവരെല്ലാം മുഖസ്തുതിയാണ് ചെയ്യുന്നത്. അവർക്കൊക്കെ ഇങ്ങനെ ഭഗവാനെ പുകഴ്ത്തി എഴുതാൻ വേണ്ടി അവർ ഭഗവാന് വേണ്ടി മാത്രമാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. നമ്മളെ ഇവിടെയൊക്കെ നായക പ്രാധാന്യമുള്ള സിനിമ വരുമല്ലോ. ഇപ്പോൾ മോഹൻലാലിൻ്റെ ഒരു സിനിമയ്ക്കകത്ത് നായികയ്ക്ക് പ്രാധാന്യം ഇല്ല, അവർ നായകനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ നായകനെയാണ് പ്രൊജക്റ്റ് ചെയ്യുന്നത്. ഇത് തന്നെയാണ് ഭഗവാന്റെ കാര്യത്തിലും നടന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കൃഷ്ണഭക്തി മൂത്ത് അങ്ങ് ഭയങ്കര ഭ്രാന്തായി എന്തും കൃഷ്ണൻ ചെയ്യുന്നേയും അല്ലെങ്കിൽ ശിവൻ ചെയ്യുന്നേയും അല്ലെങ്കിൽ മറ്റ് ദൈവങ്ങൾ ചെയ്യുന്ന പ്രവൃത്തിയെയും ന്യായീകരിക്കുന്ന ഒരാളല്ല. അയാളിൽ നിന്ന് നമുക്ക് സത്യം കിട്ടില്ല. മനസ്സിലായില്ലേ? ഇപ്പൊ അന്ധമായി നമ്മുടെ കൃഷ്ണനെയോ അല്ലെങ്കിൽ അന്ധമായി മറ്റേ ഏതെങ്കിലും ആ ദൈവങ്ങളെയോ അങ്ങനെ സ്നേഹിക്കുന്ന ഒരാളിൽ നിന്ന് സത്യം കിട്ടില്ല. നിഷ്പക്ഷനായ ഒരാള് നിഷ്പക്ഷനായി നിന്നുകൊണ്ട് നോക്കുക. അയാൾക്ക് ആരോടും പക്ഷാഭേദമില്ല. അങ്ങനെ ഉള്ള ഒരു അന്വേഷണമുള്ളവരാരുണ്ട്? ആ അന്വേഷണം അവരിൽ നിന്നായിരിക്കും വർഷങ്ങൾക്ക് ശേഷമുള്ള രാധാകൃഷ്ണ സംഗമത്തിന്റെ യഥാർത്ഥ വിവരം കിട്ടുന്നത്. മനസ്സിലല്ലേ? സത്യത്തിൽ ഈ ഭക്തി മൂത്ത് ഭ്രാന്താവുക എന്ന് പറഞ്ഞാൽ ഇതാണ് സംഭവം. നമ്മൾ ഒരാളെ വിശ്വസിച്ചാൽ എന്ത് ചെയ്തു അങ്ങ് ന്യായീകരിക്കുക എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഒരാളിൽ നിന്ന് രാധാകൃഷ്ണ പ്രണയത്തിന്റെ സത്യം കിട്ടില്ല. അവരെപ്പോഴും അങ്ങ് ന്യായീകരിക്കും. അവർ ടിൻ ഫ്ലെയിമാണ്, ഒന്നിൻ്റെ തന്നെ 2 രൂപമാണ്, പല രൂപമാണ്, അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞ് ഇന്റലക്ച്വലാണ് ബുദ്ധി. അവിടെ ബുദ്ധി ഉപയോഗിക്കുകയാണ്. നിഷ്പക്ഷരായിട്ടുള്ളവരെയാണ് വേണ്ടത്. അങ്ങനെയാണ് ഞാൻ തിരക്കി ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞല്ലോ, ഇത് ഞാൻ നല്ല റിസർച്ച് ചെയ്ത്, അല്ലാതെ വെറുതെ വന്നിട്ട് എൻ്റെ കയ്യിൽ നിന്നൊക്കെ കുറേ ഇട്ട് അവതരിപ്പിക്കുകയല്ല. അതിനകത്ത് അങ്ങേയറ്റം നിഷ്പക്ഷമായി നിന്നുകൊണ്ട് ഒന്നിലും പെടാതെ, അതായത് കൃഷ്ണന്റെ പക്ഷത്തും നിൽക്കരുത്, രാധാറാണിയുടെ പക്ഷത്തും നിൽക്കരുത്, എന്നിട്ട് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് നിന്ന് ഇത് അന്വേഷിക്കുന്നവരിൽ നിന്നേ സത്യം കണ്ടെത്താൻ പറ്റും. അതാണൊരു പ്രശ്നം. ഇപ്പൊ CPM-കാരൊരു തെറ്റ് ചെയ്താൽ അതിലെ ആളിനെ തന്നെ നിയോഗിച്ചാൽ എങ്ങനെ സത്യം കണ്ടെത്താൻ പറ്റും? കോൺഗ്രസ്സുകാരൻ ചെയ്താൽ അതിലെ ആളിനെ തന്നെ നിയോഗിച്ചാൽ പറ്റും. അങ്ങനെ ഞാൻ കണ്ടെത്തിയപ്പോൾ അതിനകത്ത് എനിക്ക് വളരെയധികം പ്രിയപ്പെട്ടതാണ് കൃഷ്ണനും രാധയും തമ്മിലുള്ള പുനഃസമാഗമത്തെക്കുറിച്ചൊക്കെ വളരെ സത്യസന്ധമായി വിവരിച്ചിട്ടുള്ള ആളാണ് കൃഷ്ണ ധരഭാസി എന്ന് പറയുന്ന ആള്. രാധ, ലവ്, വാർ ആൻഡ് റിനൗൺസിയേഷൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന് എന്താ പറയേണ്ടത്, മദന പുരസ്കാരം എന്ന അവിടുത്തെ നേപ്പാളിലെ ഏറ്റവും വലിയ പുരസ്കാരം കിട്ടിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. ഇതാണ് അദ്ദേഹം എന്ന് പറയുന്നത്. അതേ കണക്ക് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ തെരഞ്ഞു പോയപ്പോഴാണ് ഇതാണ്ട് രാധ ദ എറ്റേണൽ ബ്യൂട്ടി ഓഫ് ഇന്ത്യൻ ലിറ്ററേച്ചർ. ഫന്റാസ്റ്റിക് ആയിട്ടുള്ള ബുക്കാണ്. ഇതൊക്കെ ഞാൻ തരുന്നത് വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറയുന്നത് കണ്ണുകൂട്ടി വിശ്വസിക്കാൻ ഞാൻ ആരോടും പറയുന്നത്. ഇത് നിങ്ങൾക്ക് വായിക്കാനാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ റെഫർ ചെയ്ത് നിങ്ങൾക്ക് ഇതൊക്കെ വായിക്കാവുന്നേ ഉള്ളൂ. ഇതാ ഫൈൻഡിങ് രാധ. ഫൈൻഡിങ് രാധ സത്യസന്ധമായ ഓരോ അന്വേഷണങ്ങളാണ് ഇതെല്ലാം. ഫൈൻഡിങ് രാധ. വേറൊരാൾ മൈ അഫയർ വിത്ത് രാധ. അത് ഇച്ചിരി വിവാദം ഉണ്ടാക്കിയതാണ്. അഫയർ എന്ന പേര് വന്നതുകൊണ്ട് വളരെ വിവാദം ഉണ്ടാക്കിയ ഒരു പുസ്തകമാണ്. അതേ കണക്ക് തന്നെ ഇതാണ്ട് ഈ വന്നിരിക്കുന്ന ഇത് ദ ഡിവൈൻ കൺസെപ്റ്റ് എന്ന് പറയുന്ന പുസ്തകം, രാധ ആൻഡ് ദ ഗോഡസ് ഓഫ് ഇന്ത്യ. ശരിക്കും പറഞ്ഞാൽ ഇത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയുടെ ആണ്. മനസ്സിലായില്ലേ? അവിടുത്തെ ഇത് എഴുതിയിരിക്കുന്നതാണ്. അവർ പറയുന്നുണ്ട് ദ ഡിവൈൻ കൺസെപ്റ്റ് ഡെമോൺസ്ട്രേറ്റിംഗ് the range and the complicity of feminine imaginary in Hindu tradition offers to scholars and beginners and alike fascinating the useful anthology. അവർ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. ഈ പുസ്തകങ്ങൾ ഇങ്ങനെ, ഞാൻ വളരെ കുറച്ച് മാത്രമാണ് ഇതിനകത്ത് കാണിക്കുന്നത്, ഇങ്ങനെ നിരവധി പുസ്തകങ്ങൾ റെഫർ ചെയ്ത്, ഞാൻ പറഞ്ഞല്ലോ ഈ ഭക്തി മൂത്ത രണ്ടും വേണ്ട, എനിക്കിപ്പോൾ രാധാഭക്തി മൂത്ത ഒരാളുടെ പുസ്തകവും വേണ്ട, കൃഷ്ണഭക്തി മൂത്ത ഒരാളുടെ പുസ്തകവും വേണ്ട, നിഷ്പക്ഷമായി നിൽക്കുന്ന ഒരാളുടെ പുസ്തകമാണ് വേണ്ടത്. അങ്ങനെ കണ്ടെത്തിയ വിവരങ്ങളാണ് നിങ്ങളോട് അവതരിപ്പിക്കുന്നത്. അല്ലാതെ ദിലീപ് സാറ് അങ്ങനെ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായം അങ്ങനെയല്ല. ഇതാദ്യം മനസ്സിലാക്കുക. നിങ്ങൾ മനസ്സിലാക്കുക, ഞാനൊരു കൃഷ്ണഭക്തനാണ്,
നിങ്ങളെക്കാളൊക്കെ വലിയ കൃഷ്ണഭക്തനാണ്. എല്ലാ മാസവും കൃത്യമായി ഗുരുവായൂർ പോകുന്ന ഒരാളാണ് ഞാനെന്ന് പറയുന്നത്. ഇപ്പം ഞാൻ വന്നോ ഇല്ലയോ, ഞാൻ എന്ന് വരുമെന്നൊക്കെ തൃശ്ശൂരുള്ള ഉഷ അറിയുന്നത് എങ്ങനെയാണ്? ഞാൻ സ്ഥിരം ഒരു ലോഡ്ജിലാണ് താമസിക്കുന്നത്. ഉഷ അവിടെ ചെന്നാണ് അന്വേഷിക്കുന്നത്, ദിലീപ് സാർ എന്നാ വരുന്നത്, റൂം ബുക്ക് ചെയ്തിട്ടുണ്ടോ, അങ്ങനെയാണ് നമ്മുടെ ഉഷ കണ്ടുപിടിക്കുന്നത്. അപ്പം ഞാനൊരു കൃഷ്ണഭക്തനാണ്, അതൊക്കെ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. പക്ഷേ സത്യസന്ധമായി കാര്യങ്ങൾ കണ്ടെത്തി ഞാൻ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ ഞാൻ പറയുന്നു, നമുക്ക് നിർത്തിയെടുത്തുനിന്ന് നമുക്ക് തുടങ്ങാം. കൃഷ്ണൻ വർഷങ്ങൾക്ക് ശേഷം വൃന്ദാവനത്തിൽ വന്നു. നന്ദഗോപരുടെ ചോദ്യം കൃഷ്ണനെ വല്ലാതെ ഉലച്ചു കളഞ്ഞു. കൃഷ്ണ കൃഷ്ണ, നീ നിത്യവും രാധയെ ഓർക്കുന്നുണ്ടോ? ഉണ്ടെന്ന് നിനക്ക് സത്യസന്ധമായി പറയാമോ കൃഷ്ണ? നീ ഇവിടെ വന്നപ്പോൾ ഞങ്ങളെക്കാൾ മുമ്പേ ആദ്യം നീ പോയി കാണേണ്ടിയിരുന്നത് രാധയെയല്ലേ കൃഷ്ണ? ഗോപികമാരെ എല്ലാം കണ്ടിട്ട് ഒടുവിലാണോ കൃഷ്ണ നീ രാധയെ കാണാൻ പോകേണ്ടത്? ഈ ചോദ്യം കൃഷ്ണനെ വല്ലാതെ അലട്ടി. അതൊക്കെ ഞാൻ കഴിഞ്ഞ എപ്പിസോഡിനകത്ത് പറഞ്ഞതാണ്. കൃഷ്ണൻ വിചാരിച്ചു പോകണം പോകണം, രാധയെ കാണണം രാധയെ കാണണം. കൃഷ്ണൻ തന്നോട് തന്നെ ചോദിച്ചു, നന്ദഗോപരുടെ പിതാശ്രീയുടെ ചോദ്യം ശരിയല്ലേ? ഞാൻ വന്ന നിമിഷം ആദ്യം പോകേണ്ടിയിരുന്നത് രാധയുടെ അടുക്കലല്ലേ? രാധയെ ഗൗനിക്കാതെ ഗോപികമാരും മറ്റുള്ളവരുമായിട്ട് ഒരു ദിവസം മുഴുവൻ ഞാൻ ചെലവഴിച്ചത് ശരിയാണോ? രാധയോട് ഞാൻ ആ കാര്യത്തിൽ കാണിച്ചത് ശരിയാണോ എന്ന് കൃഷ്ണൻ തന്നെ സ്വയം ആലോചിച്ചു. അടുത്ത ദിവസം രാധയെ കാണാനായി കൃഷ്ണൻ പുറപ്പെടുകയാണ്. വർഷങ്ങൾക്ക് ശേഷമുള്ള രാധ കൃഷ്ണ സമാഗമം. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരുപാട് വായിച്ചിട്ടാണ് ഞാനിത് കണ്ടെത്തുന്നത്. അതിനാണ് ഞാനിതെല്ലാം നിങ്ങളെ കാണിച്ചത്. ഇതെല്ലാം നിങ്ങൾ വായിച്ചു നോക്കണം. രാധാ കൃഷ്ണ സമാഗമം. കൃഷ്ണൻ പോവുകയാണ് രാധയെ കാണാൻ. രാധയെ കാണാൻ, വൃന്ദാവനത്തിൻ്റെ രാജ്ഞിയെ കാണാൻ വൃന്ദാവനത്തിലെ മുൻ രാജാവ് പോവുകയാണ്. കാരണം ഇന്ന് വൃന്ദാവനത്തിൻ്റെ രാജാവും വൃന്ദാവനത്തിൻ്റെ രാജ്ഞിയും സർവവും രാധയായി മാറിയിരിക്കുന്നു. ഇവിടെ കൃഷ്ണൻ ചെന്നപ്പോൾ രാധ പുറം തിരിഞ്ഞു നിന്ന് ചിത്രത്തിലെ പൊടികൾ ഇങ്ങനെ തുടയ്ക്കുകയാണ്. കൃഷ്ണൻ വന്നത് രാധ അറിയുന്നില്ല. കൃഷ്ണൻ വന്നു, 2-3 ചുവട് മുന്നിലേക്ക് നടന്നു. കൃഷ്ണൻ നോക്കുകയായിരുന്നു രാധയെ, തൻ്റെ പഴയ രാധയെ. അതേ രാധ, അവൾക്ക് അല്പം പോലും മാറ്റം സംഭവിച്ചിട്ടില്ല. അതുപോലെ തന്നെ ഇരിക്കുന്നു തൻ്റെ രാധ. കൃഷ്ണൻ ഒരു നിമിഷം ഇങ്ങനെ നിന്നു. കൃഷ്ണൻ ആലോചിക്കുകയായിരുന്നു, മുമ്പായിരുന്നെങ്കിൽ കൃഷ്ണന്റെ കുസൃതിത്തരങ്ങൾ ഉണർന്നേനെ. ഓടിച്ചെല്ലും, രാധയെ പുറവിൽ നിന്ന് പൂണ്ടടക്കം പിടിക്കും, അല്ലെങ്കിൽ പൊക്കിയെടുക്കും, എന്തെങ്കിലുമൊക്കെ കുസൃതിത്തരം കാണിക്കും. അവിടെ വെച്ച് രാധാറാണിയെ വല്ലാതെ ശുണ്ഠി പിടിപ്പിക്കും. ഇതാണ് കൃഷ്ണൻ സ്ഥിരം ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ ഇന്ന് അങ്ങനെ ഓടിച്ചെല്ലാൻ, രാധാറാണിയെ പൊക്കിയെടുക്കാൻ, രാധാറാണിയെ ശുണ്ഠി പിടിപ്പിക്കാൻ ഇന്നത്തെ ദിവസം ആർക്ക് കഴിയുന്നില്ല? കൃഷ്ണന് കഴിയുന്നില്ല. കൃഷ്ണൻ ഇങ്ങനെ നിശ്ചലനായി നിൽക്കുകയാണ്. കൃഷ്ണൻ 2 ചുവട് മുന്നോട്ട് നടന്നു. രാധയുടെ തോളത്ത് തൊടാൻ വേണ്ടി കൃഷ്ണൻ കൈകൾ നീട്ടി. പക്ഷേ എന്തോ ഒന്ന് തന്നെ വിലക്കുന്നത് പോലെ കൃഷ്ണന് തോന്നുകയാണ്. രാധ വിശുദ്ധയാണ്. ഞാനല്ലാതെ ഒരു പുരുഷനും അവളുടെ വിരൽ തുമ്പിൽ പോലും തൊട്ടിട്ടില്ല. ഇവിടുത്തെ ഒരു ഗോപന്മാരും കളിയായിട്ട് പോലും അവളുടെ നഖത്തിൽ പോലും തൊട്ടിട്ടില്ല, തൊടാൻ ധൈര്യപ്പെട്ടിട്ടില്ല, തൊടാൻ രാധ അനുവദിച്ചിട്ടില്ല. ഒരൊറ്റ പുരുഷന്റെ മാത്രം സ്പർശനമേറ്റു നിൽക്കുന്നവളാണ് തൻ്റെ മുന്നിൽ നിൽക്കുന്ന ഈ രാധ. കൃഷ്ണൻ തൻ്റെ വിരലുകളിലേക്ക് നോക്കി, തൻ്റെ കൈകൾ. അതെ, എനിക്കങ്ങനെ അവകാശപ്പെടാൻ കഴിയുമോ? രുക്മിണിയെ തഴുകിയ കൈകൾ. കൃഷ്ണൻ ആ നീട്ടിയ കൈയൊന്ന് പിൻവലിച്ചു. കൃഷ്ണൻ അവിടെ നിന്നൊരു സത്യം മനസ്സിലാക്കുകയാണ്. കൈവിട്ടുപോയ അസ്ത്രം, കൈവിട്ടുപോയ വാക്ക്
വാക്ക്, കൈവിട്ടുപോയ പെണ്ണ്, ഇത് മൂന്നും പിന്നെ തിരിച്ചു പിടിക്കാൻ കഴിയില്ല. പെണ്ണ് പ്രണയിക്കുമ്പോൾ അവൾ ഗാഢമായി പ്രണയിക്കും. പുരുഷന് വേണ്ടി അവൾ എന്തും ചെയ്യും. ആദ്യമൊക്കെ അവളെ അവഗണിച്ചാലും അവൾ കുറച്ചൊക്കെ സഹിക്കും. പക്ഷേ പിന്നെ 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 വന്നാൽ അവൾ മാറും. പിന്നെ അവളെ കിട്ടത്തില്ല. പിന്നെ ആ പെണ്ണിനെ ഈ പുരുഷൻ എത്ര ശ്രമിച്ചാലും കിട്ടത്തില്ല. രാധയുടെ പ്രണയം നിഷ്കളങ്കമാണ്. കൃഷ്ണൻ ഓർക്കുകയാണ്, രാധയുടെ പ്രണയ തീവ്രത രുക്മിണിക്കില്ല. രുക്മിണിക്കെന്നല്ല, ആർക്കുമില്ല. കൃഷ്ണൻ ഓർത്തു പോവുകയാണ്, രുക്മിണിക്ക് ഭക്തി കലർന്ന സ്നേഹമാണ് എന്നും തന്നോടുള്ളത്. സത്യഭാമയാകട്ടെ ധനത്തിൻ്റെയും സൗന്ദര്യത്തിൻ്റെയും അഹന്തയിൽ നിന്നുകൊണ്ടാണ് തന്നെ സ്നേഹിക്കുന്നത്. ജാമ്പവതിയും മറ്റുള്ളവരുമാകട്ടെ ഭയഭക്തി ബഹുമാനങ്ങളോടെയാണ് തന്നെ സ്നേഹിക്കുന്നത്. മറ്റുള്ളവരെല്ലാം, അതൊഴിച്ചുള്ളവരെല്ലാം ഞാൻ ഭഗവാനാണെന്ന് കരുതിയാണ് എന്നെ സ്നേഹിക്കുന്നത്, ഭഗവാനാണെന്ന് കരുതിയാണ് എന്നെ പ്രണയിക്കുന്നത്. അതെ, ഭഗവാനെ പ്രണയിക്കുമ്പോൾ അതിൻ്റെതായ ഗുണമുണ്ടാകും. ആപത്തിൽ വന്നവൻ രക്ഷിക്കും. പിന്നെയോ മരിച്ചു കഴിഞ്ഞാൽ ഭഗവാന്റെ ലോകത്തിലേക്ക് കൊണ്ടുപോകും. ഇത്തരം ചിന്തകളിലാണ് മറ്റുള്ളവരെന്നെ സ്നേഹിക്കുന്നത്. അതെ, ചിലർ ഭഗവാനായി കണ്ട് സ്നേഹിക്കുന്നു, ചിലർ ഭയഭക്തി ബഹുമാനങ്ങളായി കണ്ട് സ്നേഹിക്കുന്നു. പക്ഷേ രാധ മാത്രമാണ് എന്നെ ഭക്തിയില്ലാതെ സ്നേഹിക്കുന്നത്, അഹന്തയില്ലാതെ സ്നേഹിക്കുന്നത്, ഭഗവാനായിട്ടല്ലാതെ സ്നേഹിക്കുന്നത്, യാതൊരുവിധ നിബന്ധനകളുമില്ലാതെ സ്നേഹിക്കുന്നത്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. രാധ മാത്രമാണ്. അവൾ എന്നെ ഒരിക്കലും ഭഗവാനായി കാണുന്നില്ല. അവൾ എന്നെ വെറും ഗോപാലകനായി മാത്രം കണ്ട് പ്രണയിക്കുന്നു. അങ്ങനെ പ്രണയിക്കുന്ന ഒരു പെണ്ണിന്റെ തീവ്രത ഈ ലോകത്താർക്കും പറ്റില്ല. ഭഗവാനായി കണ്ട് ഭഗവാനാണെന്ന് അറിഞ്ഞുകൊണ്ട് കൃഷ്ണനെ സ്നേഹിക്കുന്നത് അവർക്കാർക്കും ആ തീവ്രത കിട്ടില്ല. അവരെത്ര പറഞ്ഞാലും അവരുടെ ഉള്ളിൽ ചില ഗൂഢമായ കാര്യങ്ങളുണ്ടെന്നുള്ളതാണ്. മോക്ഷം, മരിച്ചു കഴിഞ്ഞ് ഭഗവാന്റെ അടുക്കലേക്കുള്ള പോക്ക്. കാരണം നമുക്കറിയാം, എന്തെങ്കിലും കൊച്ചു കൊച്ചു കുഴപ്പം വന്നാൽ തന്നെ ഞാൻ ഭഗവാനെ പ്രാർത്ഥിച്ചിട്ട് എന്താ കിട്ടാത്തതെന്ന് ചോദിക്കും. പക്ഷേ രാധ മാത്രമാണ് അങ്ങനെ സ്നേഹിക്കുന്നത്. ഞാനും കണ്ടിട്ടുണ്ട്, കൃഷ്ണഭക്തരായിട്ടുള്ള ഒരുപാട് സ്ത്രീകളെ ഉണ്ട്. അവർ പലപ്പോഴും കൃഷ്ണന്റെ അടുക്കലേക്ക് പോയി, ഞാൻ ഇന്ന് തൊട്ട് കൃഷ്ണനെ പ്രണയിക്കുന്നു, കൃഷ്ണനോടാണ് എൻ്റെ സ്നേഹമെന്ന് പറയുന്നത് എപ്പോഴാണെന്നറിയാമോ? ഒന്നുകിൽ ദാമ്പത്യത്തിൽ കുഴപ്പം, അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധം വേർപിരിഞ്ഞു. അതല്ല എന്നുണ്ടെങ്കിലോ ഭർത്താവുമായി മാനസികമായി അകന്നു കഴിയുന്നു. അവരാണ് ഈ കൂടുതലും ഇങ്ങനെ പറയുന്നത്. അങ്ങനെ ഒന്ന് നഷ്ടപ്പെടുമ്പോൾ പിടിക്കാനുള്ളതല്ല ഭഗവാൻ. ഇവിടെയാകട്ടെ രാധ, നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ അൺകണ്ടീഷണൽ ലവ്. കൃഷ്ണൻ ചിന്തിക്കുകയാണ്, എന്നെ വെറും ഗോപാലകനായിട്ട് എന്നിൽ നിന്ന് ഒന്നും ആഗ്രഹിക്കാതെ എന്നെ പ്രണയിക്കുന്നത് രാധ മാത്രമേ ഉള്ളൂ. അവളുടെ തീവ്രത ഈ ലോകത്തൊരു സ്ത്രീക്കും ഉണ്ടാകില്ല. കൃഷ്ണൻ ഒരിക്കൽ കൂടി തൻ്റെ കൈകൾ നീട്ടി. പക്ഷേ കൃഷ്ണൻ എന്തോ തൊടാൻ കഴിയുന്നില്ല. കൃഷ്ണൻ പതുക്കെ മൃദുവായി വിളിച്ചു, രാധേ. ആ വിളി രാധ കേട്ടു. ആ ശബ്ദം രാധ കേട്ടു. തന്നെ പട്ടടയിൽ വെച്ചാലും താൻ തിരിച്ചറിയുന്ന ശബ്ദം. അഗ്നിയിൽ തൻ്റെ അസ്ഥികൾ നുറുങ്ങി തെറിക്കുമ്പോഴും താൻ തിരിച്ചറിയുന്ന ശബ്ദം. ജീവൻ പോയി മൃതശരീരമായി കിടന്നാൽ പോലും താൻ തിരിച്ചറിയുന്ന ശബ്ദം. കൃഷ്ണൻ, കണ്ണനുണ്ണി. രാധയുടെ ശരീരം ഒന്നു വിറച്ചു. കൺവീലികൾ അതിവേഗം മിന്നിച്ചലിച്ചു. രാധയുടെ ചുണ്ടുകൾ വിറച്ചു. കണ്ണുകളിൽ നനവ് പടർന്നു. രാധ ഇങ്ങനെ നിശ്ചലയായി നിന്നു. നിശ്ചലയായി ചുണ്ടുകൾ കടിച്ചു പിടിച്ചുകൊണ്ട് നിന്നു. രാധ പക്ഷേ തിരിഞ്ഞു നോക്കിയില്ല. ഒരു നിശ്ചല പ്രതിമ പോലെ രാധ അങ്ങനെ നിന്നു. കൃഷ്ണൻ അറിയുകയായിരുന്നു. തൻ്റെ വിളി കേട്ട രാധയുടെ ഉടലിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൃഷ്ണൻ അറിയുകയായിരുന്നു. അതെ, ഇവൾ മറ്റു സ്ത്രീകളെ പോലെയല്ല. ഇവൾ അഭിമാനിയാണ്. കൃഷ്ണൻ വീണ്ടും വിളിച്ചു, രാധേ.
ഇപ്രാവശ്യം രാധാറാണി പതുക്കെ, വളരെ പതുക്കെ മുഖം തിരിച്ചു. കൃഷ്ണന്റെയും രാധാറാണിയുടെയും കണ്ണുകൾ ഒരു നിമിഷമിടഞ്ഞു. കൃഷ്ണന് തൻ്റെ ശ്വാസം നിലച്ചുപോയതുപോലെ തോന്നി. കൃഷ്ണനും രാധയും പരസ്പരം നോക്കി നിൽക്കുകയാണ്. വർഷങ്ങൾക്ക് ശേഷം കൃഷ്ണൻ ഒന്നും പറയുന്നില്ല, രാധ ഒന്നും പറയുന്നില്ല. നിശ്ചലമായി നിൽക്കുകയാണ്. ശ്വാസം എടുക്കാൻ പോലും കൃഷ്ണന് കഴിയുന്നില്ല. രാധയെ സംബന്ധിച്ചിടത്തോളം രാധാറാണിയുടെ മുഖഭാവം എന്താണെന്ന് കൃഷ്ണന് മനസ്സിലാകുന്നില്ല. എത്ര ശ്രമിച്ചിട്ടും കൃഷ്ണന് മനസ്സിലാകുന്നില്ല. ഈ ലോകത്തെന്തിൻ്റെയും പൊരുളറിയുന്ന നാരായണന് രാധാറാണിയുടെ മുഖത്ത് മിന്നിമറയുന്ന ആ ഭാവം വായിക്കാൻ കഴിയുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ രാധാറാണി വിറയ്ക്കുന്ന ചുണ്ടുകളോടെ പറഞ്ഞു, ഇരിക്കൂ കൃഷ്ണ. കൃഷ്ണൻ ഒരു നിമിഷം ഓർക്കുകയാണ്, ഇതിനു മുമ്പുള്ള സമാഗമം താൻ വന്നു കഴിഞ്ഞാൽ അവൾ തിരിഞ്ഞു നിൽക്കുകയാണെങ്കിൽ ഓടിച്ചെന്ന് അവളെ പൊക്കിയെടുക്കുന്നത്, അവളെ ഇക്കിളിയാക്കുന്നത്, അവൾ കുടുകുട ചിരിക്കുന്നത്, തന്നിലേക്ക് പടർന്നു കയറുന്നത്, തന്നെ കെട്ടിപ്പിടിക്കുന്നത്, തന്നോട് ചില സമയത്ത് പറയുന്നത്, കൃഷ്ണ നീ എന്താണ് ഇങ്ങനെ കിടന്ന് കുസൃതി കാണിക്കുന്നത്? ആ രാധ നിശബ്ദയായി നിന്നുകൊണ്ട് പറയുകയാണ്, ഇരിക്കൂ കൃഷ്ണ. കൃഷ്ണൻ അറിയാതെ ഇരുന്നു പോയി. കൃഷ്ണൻ ഓർക്കുകയായിരുന്നു താൻ ഗോപികമാരെ കണ്ടപ്പോൾ ഉണ്ടായ ഭാവം. അതും രാധയും തമ്മിൽ എന്തൊരു വ്യത്യാസം. ഗോപികമാരെ കണ്ടപ്പോൾ അവർ ഓടി വന്നു, അവർ പരിഭവം പറഞ്ഞു. എന്നിട്ട് അവർ കൃഷ്ണനോട് പറഞ്ഞു, മധുരയ്ക്ക് പോയപ്പം എന്തൊക്കെ പാഴ്വാക്കുകളാണ് പറഞ്ഞിട്ട് പോയത്. മധുരയങ്ങ് വളരെ ദൂരെയല്ലേ, ഇവിടം വരെ എത്താൻ കഴിയത്തില്ലല്ലോ, ഞങ്ങളെ മറന്നില്ലേ? ആ ഉദ്ധവൻ നിർബന്ധിച്ചത് കൊണ്ട് മാത്രമല്ലേ ഇപ്പം വന്നത്? ഉദ്ധവന്റെ സ്നേഹം പോലും കൃഷ്ണ നിനക്കില്ലാതെ പോയല്ലോ. മധുരയില് അതീവ സുന്ദരികളായ രതിവിലാസവതികളായ സുന്ദരിമാരുണ്ടല്ലോ, അവരൊക്കെ അടുത്തുള്ളപ്പം ഗ്രാമത്തിൽ കഴിയുന്ന ഞങ്ങളെ നിനക്ക് ഓർക്കാൻ പോലും പറ്റത്തില്ലല്ലോ. മാധവ വേണ്ട, നീ ഞങ്ങളെ കാണണ്ട മാധവ. ഗോപികമാരെല്ലാം കൃഷ്ണന്റെ കൂടെ വട്ടം കൂടിയിട്ട് പറഞ്ഞു, നീ ഞങ്ങളെ കാണണ്ട കൃഷ്ണ, എത്ര നാളായി വന്നിട്ട് നീ ഞങ്ങളെ കാണണ്ട, പൊയ്ക്കോ കൃഷ്ണ. പക്ഷേ രാധ ഒന്നും മിണ്ടുന്നില്ല. രാധയ്ക്ക് പരിഭവങ്ങളില്ല, രാധയ്ക്ക് പരാതികളില്ല. രുക്മിണി പോലും രാധ എന്ന പേര് കേൾക്കുമ്പോൾ പരിഭവിക്കാറുണ്ട്. പക്ഷേ രാധയ്ക്ക് രുക്മിണിയോടും പരിഭവമില്ല. കൃഷ്ണന്റെ മനസ്സിലൂടെ വികാരങ്ങളുടെ ഒരു വേലിയേറ്റം തന്നെ കടന്നുപോയി. കൃഷ്ണൻ വീണ്ടും വിളിച്ചു, വളരെ മൃദുവായി വിളിച്ചു, രാധേ. രാധ വിളി കേട്ടു. ഓടക്കുഴല് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടോ രാധേ? അപ്പോൾ രാധാറാണി മറുപടി പറഞ്ഞു, ആ. അപ്പോൾ കൃഷ്ണന്റെ നെഞ്ചു വീണ്ടും ഒന്ന് പെടഞ്ഞു. പഴയ രാധ ഇങ്ങനെയല്ല. പഴയ രാധ വാ തുറന്നു ഉടനെ മറുപടി പറയുന്നതാണ്. ഇപ്പോൾ ഒരു മൂളലിൽ ആ എന്നതിൽ മാത്രം ആ മറുപടി ഒതുങ്ങുന്നു. അത് കൃഷ്ണനെ വല്ലാതെ വേദനിപ്പിച്ചു. കൃഷ്ണൻ എല്ലാം അടക്കിയിട്ട് കൃഷ്ണൻ ചോദിച്ചു, രാധേ, നിനക്ക് ആ ഓടക്കുഴൽ വായിച്ചു കേൾക്കാൻ തോന്നുന്നുണ്ടോ രാധേ? അപ്പോൾ രാധാറാണി പറഞ്ഞു, ഉണ്ട്, പക്ഷേ കഴിയില്ലല്ലോ. പെട്ടെന്ന് കൃഷ്ണനൊന്ന് ഉണർന്നു. കൃഷ്ണൻ പറഞ്ഞു, എന്തുകൊണ്ട് കഴിയില്ല? രാധ പറഞ്ഞാൽ കൃഷ്ണൻ വായിക്കും, ഉറപ്പായും വായിക്കും രാധേ. അപ്പോൾ രാധാറാണി കൃഷ്ണനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം എന്താണെന്ന് കൃഷ്ണന് മനസ്സിലായില്ല. കൃഷ്ണനോട് രാധാറാണി പറഞ്ഞു, പ്രണയം വറ്റിയാൽ എങ്ങനെ വായിക്കും കൃഷ്ണ? വായിച്ചാലും പഴയതുപോലെ അത്ര ആർദ്രമായി വായിക്കാൻ കഴിയില്ല വാസുദേവ. കൃഷ്ണൻ വീണ്ടും ഒന്ന് പെടഞ്ഞു.
ആ വാസുദേവ എന്നുള്ള വിളി മറ്റാര് വിളിച്ചാലും കൃഷ്ണനത് ആസ്വദിക്കും. പക്ഷേ രാധ വാസുദേവ എന്ന് വിളിച്ചാൽ ആ നിമിഷം കൃഷ്ണൻ തകർന്നു പോകും. ഞാനും നിങ്ങളും വാസുദേവ എന്ന് വിളിച്ചാൽ കൃഷ്ണൻ ആനന്ദിക്കും. പക്ഷേ രാധ വിളിച്ചാൽ കൃഷ്ണൻ തകർന്നു പോകും. അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഞാൻ വാസുദേവനല്ല രാധേ. അപ്പോൾ രാധ ചോദിച്ചു, അല്ല രാധേ, ഞാൻ ഭഗവാനല്ല, ഞാൻ നിന്റെ മുന്നിൽ ഇരിക്കുന്നത് ഭഗവാനായിട്ടുമല്ല രാധേ. രാധ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. രാധ ഒരു നിമിഷം ഒന്ന് നിർത്തിയിട്ട് കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, പ്രണയാർദ്രമായി ആ ഓടക്കുഴൽ വായിക്കാൻ കഴിയുമെന്ന് ഉണ്ടോ കൃഷ്ണ? കൃഷ്ണൻ ഒന്ന് പെടഞ്ഞു. അപ്പോഴാണ് അങ്ങനെ ഒരു സാധ്യതയെക്കുറിച്ച് കൃഷ്ണൻ ചിന്തിക്കുക പോലും ചെയ്യുന്നത്. പറ്റുമോ? കൃഷ്ണൻ തന്നോടെന്ന പോലെ ചോദിച്ചു. പ്രണയാർദ്രമായി, പഴയതുപോലെ മധുരമായി ആ ഓടക്കുഴൽ ഇനി എനിക്ക് വായിക്കാൻ പറ്റുമോ? പണ്ട് ഗോക്കളമേയിച്ച് യമുനയിൽ കുളിച്ച് രാസലീലയാടി രാധയുമൊത്ത് നികുഞ്ചത്തിൽ പ്രണയം പങ്കുവച്ച് രാധയുടെ പാദങ്ങളെടുത്ത് ചരണച്ചെഞ്ചാറ് പുരട്ടിക്കൊടുക്കുന്ന ആ കൃഷ്ണനാകാൻ കഴിയുമോ എനിക്ക്? ഒരിക്കൽ കൂടി തനിക്ക് കഴിയുമോ? കൃഷ്ണന്റെ മനസ്സ് വായിച്ചിട്ടെന്നതുപോലെ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ആ കൃഷ്ണൻ ഇന്നില്ല. രാധയുടെ പാദമെടുത്ത് ചരണച്ചെഞ്ചാറ് പുരട്ടിയ കൃഷ്ണൻ ഇന്നില്ല. ഗോക്കളമേയിച്ച കൃഷ്ണൻ ഇന്നില്ല. കാലിക്കമ്പ് തരട്ടെ കൃഷ്ണ. പഴയതുപോലെ ഈ ഗോക്കളെ അത്രമേൽ ആത്മാർത്ഥമായി മേയ്ക്കാൻ കഴിയുമോ കൃഷ്ണ? കൃഷ്ണൻ അമ്പരന്ന് നോക്കുകയാണ് രാധയെ. അസാധാരണമായ ഒരു പെണ്ണാണിവൾ. സ്വന്തം ആത്മാഭിമാനം സൂക്ഷിച്ചുകൊണ്ട് മാത്രം പ്രണയിക്കുന്ന അസാധാരണമായ ഒരു പെണ്ണ്. ഇത് തന്നെയാണ് രാധയെ മറ്റുള്ളവരിൽ നിന്നും വേർപെടുത്തുന്നത്. കൃഷ്ണനോട് രാധ ചോദിക്കുകയാണ്, ഒരു വല്ലാത്ത ചോദ്യമാണ്. നിങ്ങളും സ്വയം ചോദിച്ചു നോക്കൂ, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും സ്വയം ചോദിച്ചു നോക്കൂ. രാധ കാലികളെ മേയ്ക്കുന്ന കമ്പെടുത്ത് കൊടുത്താൽ പഴയതുപോലെ കൃഷ്ണന് കാലികളെ മേയ്ക്കാൻ കഴിയുമോ? പഴയതുപോലെ ആ പൊടിയിൽ ഇങ്ങനെ കുളിച്ചു നിൽക്കാനായിട്ട് കഴിയുമോ? രാധാറാണി പറഞ്ഞു, കൃഷ്ണ, കഴിയുമോ? ഞാൻ ആ കാലിക്കമ്പ് തരട്ടെ. പഴയതുപോലെ നിനക്ക് ആ ഗോക്കളെ മേയ്ക്കാൻ പറ്റുമോ? പഴയതുപോലെ നിനക്ക് യമുനയിൽ കുളിക്കാൻ പറ്റുമോ കണ്ണ? പഴയതുപോലെ അത്ര സ്നേഹത്തോടെ ഓരോ ഗോക്കളെയും പേരെടുത്ത് വിളിക്കാൻ നിനക്ക് കഴിയുമോ? ഇന്നുള്ളത് ജരാസന്ധനും ശിശുപാലനും മറ്റ് ശത്രുക്കളും അവരെ എങ്ങനെ നിഗ്രഹിക്കാമെന്ന് ചിന്തിക്കുന്ന കൃഷ്ണൻ, പഞ്ചപാണ്ഡവരെ എങ്ങനെ സംരക്ഷിക്കാമെന്ന് കരുതുന്ന കൃഷ്ണനാണിന്നുള്ളത്. ദ്വാരക എങ്ങനെ സുരക്ഷിതമാക്കാമെന്ന് കരുതുന്ന കൃഷ്ണനാണുള്ളത്. ധർമ്മം സ്ഥാപിക്കുന്നതിന് വേണ്ടി പഞ്ചപാണ്ഡവരെയും ചേർത്ത് ഒരു വലിയ യുദ്ധത്തിലേക്ക് തന്നെ അറിഞ്ഞുകൊണ്ട് നീങ്ങുന്ന കൃഷ്ണനാണിന്നുള്ളത്. കൃഷ്ണൻ അത്ഭുതകരമായി രാധയെ നോക്കുകയാണ്. ഭാവിയിലെ യുദ്ധം പോലും ഇവിടെ ഇരുന്നു കൊണ്ട് പ്രവചിക്കുന്ന പാൽക്കാരി പെണ്ണ്. ശരിക്കും കൃഷ്ണന് രാധയെ നമിക്കാൻ തോന്നി. രാധാറാണി ഇരിപ്പടത്തിൽ നിന്ന് എഴുന്നേറ്റിട്ട് കൃഷ്ണനോട് പറഞ്ഞു, ഞാൻ ഓടക്കുഴൽ കൊണ്ടുവരാം, ശ്രമിച്ചു നോക്കൂ കൃഷ്ണ. രാധാറാണി എഴുന്നേറ്റു. വിറയ്ക്കുന്ന ശബ്ദത്തോടെ കൃഷ്ണൻ പറഞ്ഞു, ഇരിക്കൂ രാധേ. അതെ, ഓടക്കുഴൽ കൊണ്ടുവരണ്ട, എനിക്ക് വായിക്കാൻ കഴിയില്ല എന്ന് പറയുന്നതിന് പകരമാണ് കൃഷ്ണൻ വിറയ്ക്കുന്ന ശബ്ദത്തോടെ പറഞ്ഞത്, ഇരിക്കൂ രാധേ. അതെ, കൃഷ്ണന് മനസ്സിലായി. രാധ അറിയുന്നു, ഇനി കണ്ണനാകാൻ, മുരളികയൂതാൻ കൃഷ്ണന് കഴിയുന്നില്ല. ഇനി ദൈവമാകാനേ കഴിയൂ, വാസുദേവനാകാനേ കഴിയൂ. ഇപ്പോൾ തന്നെ ആളുകൾ തനിക്ക് വേണ്ടി നാമം രൂപീകരിച്ചു
വിളിച്ചു കഴിഞ്ഞു, ഓം നമോ ഭഗവതേ വാസുദേവായ. അതെ, കൻഹയിൽ നിന്ന്, കണ്ണനുണ്ണിയിൽ നിന്ന്, കണ്ണനിൽ നിന്ന്, രാധയുടെ പഴയ ഗോപാലകനിൽ നിന്ന് ഓം നമോ ഭഗവതേ വാസുദേവായിലേക്കുള്ള വളർച്ച. അപ്പോൾ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, പറക്കാൻ ആഗ്രഹിക്കുന്ന പക്ഷിയെ പറന്നു പോകാൻ വിടുക. അത് പറക്കട്ടെ കൃഷ്ണ, പറന്നു 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 പറന്ന് എന്നെങ്കിലും ഒരിക്കൽ ചിറകുകൾ കുഴയുമ്പോൾ പഴയ അഭയസ്ഥാനം തേടി വരും. അന്നു മാത്രമേ ആ പക്ഷിക്ക് പഴയതുപോലെ പാടാൻ പറ്റൂ. ഈ പാൽക്കാരി പെണ്ണിന് മുന്നിൽ രാജകുമാരിമാര് നിഷ്പ്രഭമാകുന്നത് കൃഷ്ണൻ അറിയുകയാണ്. ഇന്നും ഭഗവാൻ വാസുദേവനെ ഇങ്ങനെ ചോദ്യം ചെയ്യാൻ ഈ പാൽക്കാരി പെണ്ണിനല്ലാതെ മറ്റാർക്കാണൊരു ധൈര്യം വരുന്നത്? വേറെ ആർക്കാണ് ധൈര്യം വരുന്നത്? അതുകൊണ്ട് തന്നെയാണ് കൃഷ്ണൻ ഏറ്റവും പ്രിയപ്പെട്ടവളായി രാധാറാണി മാറുന്നത്. ജരാസന്ധൻ അയക്കുന്ന അസ്ത്രങ്ങളെയും ഗദകളെയും ഈ കൃഷ്ണൻ നിസ്സാരമായി നേരിടും. പക്ഷേ ഈ പാൽക്കാരിയുടെ വാക്കുകൾ തടുക്കാൻ ഏത് ചക്രായുധത്തിനാണ് കഴിയുക? രാധയുടെ വാക്കുകൾ തന്നെ ഒരു ചക്രായുധമായി മാറുന്നു, ഒരു സുദർശന ചക്രമായി മാറുന്നു. രാധയുടെ വാക്കുകൾ ഒരു സുദർശന ചക്രമായി മാറി തന്നെ കീറി മുറിക്കുന്നത് കൃഷ്ണൻ അറിയുന്നു. കൃഷ്ണൻ അല്പനേരം മൗനമായിട്ടിരുന്നിട്ട് രാധാറാണിയോട് ചോദിച്ചു, രാധേ. രാധാറാണി മുഖമുയർത്തി കൃഷ്ണനെ നോക്കി. രാധയ്ക്ക് എന്നോട് പരിഭവമുണ്ടോ? രാധ ഒന്നുകൂടി മുഖമുയർത്തി നോക്കി, പുരികക്കൊടി അല്പം വളച്ചു, എന്നിട്ട് ചോദിച്ചു, എന്തിന്? അപ്പോൾ കൃഷ്ണൻ പറഞ്ഞു, ഞാൻ വരാത്തതിൽ, വന്നിട്ടും കാണാൻ വൈകിയതിൽ. അപ്പോൾ രാധാറാണി ഒന്ന് പുഞ്ചിരിച്ചിട്ട് പറഞ്ഞു, കണ്ണനോട് മാത്രമേ ഈ രാധയ്ക്ക് പരിഭവിക്കാൻ കഴിയൂ, വഴക്കുകൂടാൻ കഴിയൂ, നിർത്താതെ സംസാരിക്കാൻ കഴിയൂ. ശ്രീകൃഷ്ണനോട്, ഭഗവാൻ വാസുദേവനോട് എനിക്കതിന് കഴിയില്ല. എനിക്ക് കണ്ണനുണ്ണിയോട് മാത്രമേ എനിക്കിങ്ങനെ തർക്കിക്കാൻ കഴിയൂ. ഒരു നിമിഷം കൃഷ്ണൻ മൗനം പാലിച്ചു. അതിനുശേഷം കൃഷ്ണൻ രാധയുടെ കണ്ണുകളിലേക്ക് നോക്കിയിട്ട് കൃഷ്ണൻ പറഞ്ഞു, രാധേ, ഞാൻ നിന്നെ മറന്നിട്ടില്ല. നിന്നോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പോൾ വന്നത്. അപ്പോൾ രാധയൊന്ന് പുഞ്ചിരിച്ചു. ആ പുഞ്ചിരിയുടെ അർത്ഥം, ചിരി കൊണ്ട് ഈ ബ്രഹ്മാണ്ടത്തിലെ സകല ജീവജാലങ്ങളെയും മയക്കുന്ന സാക്ഷാൽ നാരായണന് പോലും രാധാറാണിയുടെ ആ പുഞ്ചിരിയുടെ പൊരുൾ അറിയാൻ കഴിഞ്ഞില്ല. എന്തർത്ഥത്തിലാണ് ചിരിച്ചത് മനസ്സിലാകുന്നില്ല കൃഷ്ണന്. കൃഷ്ണൻ ഒന്ന് നിർത്തിയിട്ട് വീണ്ടും രാധാറാണിയോട് പറഞ്ഞു, രാധേ, പാലിൽ വെളുപ്പ് വേറിട്ടിട്ടാണോ രാധേ? വെളുപ്പ് പാലിൽ സർവത്ര വ്യാപിച്ചിരിക്കുകയാണ്. അതുപോലെ നമ്മൾ രണ്ടും രണ്ടല്ല രാധേ, നമ്മൾ രണ്ടും ഒന്നാണ്. വായു ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുകയാണ് രാധേ. അതുപോലെ ഞാൻ നിന്നിലും നീ എന്നിലും നിറഞ്ഞിരിക്കുന്നു രാധേ. തീയും വെള്ളവും സൂക്ഷ്മരൂപത്തില് സർവത്ര നിറഞ്ഞിരിക്കുന്നത് പോലെ രാധേ, നിന്നിൽ കൃഷ്ണനും എന്നിൽ നീയും നിറഞ്ഞിരിക്കുന്നു. ഞാൻ എന്ന ഭാവം ഉണ്ടാകുമ്പോൾ മാത്രമാണ് നമ്മൾ രണ്ടാണെന്ന് തോന്നുന്നത്. വനത്തിൽ മുഴുവൻ സൂര്യരശ്മികൾ നിറഞ്ഞിരിക്കുന്നു, എന്നാൽ വനത്തിൽ നിൽക്കുന്നവന് സൂര്യന്റെ ചൂട് അനുഭവപ്പെടുന്നില്ല. അവൻ അവിടെ നിന്നുകൊണ്ട് സൂര്യനെ കാണാനും പറ്റുന്നില്ല. കാരണം വനം അവനെ മറയ്ക്കുകയാണ് രാധേ. അതുപോലെ ഞാൻ നിന്നിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട് രാധേ. സ്വന്തമാക്കണമെന്ന ആഗ്രഹം, ആ ആഗ്രഹം കൊണ്ടാണ് നമുക്ക് അത് തിരിച്ചറിയാൻ പറ്റാതെ പോകുന്നത് രാധേ. സുഖങ്ങളിൽ ആസക്തി വരും, സ്വന്തമാക്കണമെന്ന തോന്നല് വരും. ആ തോന്നല് പരമാത്മാവിനെ മറച്ചു കളയും രാധേ. പരമാത്മാവെന്ന സൂര്യനെ വേണമെന്നുണ്ടെങ്കിൽ
ഒന്നിനെയും സ്വന്തമാക്കണമെന്ന തോന്നൽ ഉണ്ടാകരുത് രാധേ. ആ അവസ്ഥയ്ക്കാണ് ഭക്തി എന്ന് പറയുന്നത്. ആ ഭക്തിയിലൂടെ നമുക്ക് പരമാത്മാവിൻ്റെ ദർശനം കിട്ടും രാധേ. ഗോപികമാര് ആ പരമമായ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞു രാധേ. ഗോപികമാരോടൊപ്പം പലരും ആ ഭക്തിയിലേക്ക് വന്നു കഴിഞ്ഞു രാധേ എന്ന് പറഞ്ഞതും എന്നും പറഞ്ഞ് രാധാറാണി അങ്ങ് പൊട്ടിച്ചിരിച്ചു. ചിരിച്ച് 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 രാധാറാണിയുടെ കണ്ണുകളിൽ നിന്ന് വെള്ളം വന്നു. രാധാറാണി നിർത്താതെ ചിരിച്ചു. കൃഷ്ണന്റെ മുഖം മങ്ങി. ഒടുവിൽ രാധാറാണി ഒന്ന് നിർത്തി ശ്വാസമെടുക്കാൻ പാടുപെട്ടിട്ട് പറഞ്ഞു, കേൾക്കാൻ നല്ല രസമുണ്ട് കൃഷ്ണ, കേൾക്കാൻ നല്ല രസമുണ്ട്. എന്നിട്ട് അപ്പൊ കൃഷ്ണൻ ഒന്നും മിണ്ടിയില്ല. അപ്പൊ രാധാറാണി പറഞ്ഞു, കൊള്ളാം കൃഷ്ണ, ഭാവിയില് കാമുകിയെ വിവാഹം കഴിക്കാതെ മറ്റൊരുവളെ പത്നിയാക്കിയ ഏതൊരു മനുഷ്യനും പ്രണയിച്ച പെണ്ണിന് കൊടുക്കാൻ പറ്റിയ നല്ല ഉപദേശം കൃഷ്ണ. എന്നിട്ട് ഭഗവാന്റെ വാക്കുകളാണെന്ന് പറയാമല്ലോ. ഭഗവാന്റെ പ്രവർത്തികളുടെ പൊരുളുകൾ നമ്മൾ മനുഷ്യർക്ക് കിട്ടത്തില്ല, പിടികിട്ടത്തില്ല എന്നിട്ടും പറയാമല്ലോ. തുടരൂ കൃഷ്ണ, നിന്റെ ഉപദേശം തുടരൂ. അപ്പൊ കൃഷ്ണൻ ഒന്നും മിണ്ടാതെ വിളറി വെളുത്ത് രാധാറാണിയെ നോക്കിക്കൊണ്ടിരുന്നു. അപ്പോൾ രാധാറാണി പറഞ്ഞു, കൃഷ്ണ, ആധ്യാത്മിക പുരോഗതി ആഗ്രഹിക്കുന്ന സാധാരണ പുരുഷനോടും സാധാരണ സ്ത്രീകളോടും ഈ ഉപദേശം നീ ചെയ്യണം. അവരിതുകൊണ്ട് തൃപ്തരാകും. കൃഷ്ണ, ഈ ഉപദേശം പ്രണയിച്ചുപദേശിച്ചിട്ട് പോയ സ്ത്രീയോട് പറയാനുള്ളതല്ല. പറയാം കൃഷ്ണ, ഏതൊരു പുരുഷനും ഒരുവളെ മാത്രം പ്രണയിച്ചുകൊണ്ട് മറ്റൊരുവളെ നിലവിലും കനവിലും നനയ്ക്കാതെ അവളെ തൻ്റെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ച് തന്നോട് അമർത്തി വെച്ചുകൊണ്ട് ഒരു പുരുഷന് പറയാം, നീയും ഞാനും രണ്ടല്ല, നമ്മളെ രണ്ടായി കാണുന്നവനാണ് വിഡ്ഢികൾ. പാലിൽ വെളുപ്പെന്നതുപോലെ ഞാനും നീയും ഒന്നാണ്. വായു ആകാശം മുഴുവൻ നിറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം നിറഞ്ഞിരിക്കുന്നു. അഗ്നിയും ജലവും സൂക്ഷ്മരൂപത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ നമ്മൾ പരസ്പരം അന്യോന്യം നിറഞ്ഞിരിക്കുന്നു. നമ്മൾ രണ്ടും രണ്ടല്ല, രണ്ടെന്ന് പറയുന്നത് അജ്ഞനാണ് എന്ന് പ്രണയിക്കുന്ന പെണ്ണിനെ ചേർത്ത് വെച്ചുകൊണ്ട് പറയുമ്പോൾ മാത്രമേ ഇതിനർത്ഥമുണ്ടാകൂ കൃഷ്ണ. നമ്മൾ രണ്ടും രണ്ടല്ലെങ്കിൽ പിന്നെ ഈ രണ്ട് രൂപങ്ങൾ എന്തിനാണ് കൃഷ്ണ സ്വീകരിച്ചത്? ഒന്നുപോരെ. ദ്വൈതമല്ലല്ലോ കൃഷ്ണ, അദ്വൈതമല്ലേ നമ്മുടെ ഏറ്റവും വലിയ തത്വശാസ്ത്രം. അങ്ങനെയാണെങ്കിൽ അദ്വൈതത്തിൽ എന്തിനാണ് പോകുന്നത്? അദ്വൈതത്തിൽ ജീവിക്കുന്നതല്ലേ കൃഷ്ണ നല്ലത്. രണ്ടായി പിരിയേണ്ട കാര്യമില്ലായിരുന്നല്ലോ കൃഷ്ണ. സൂചി മുനകൾ പോലെ ഈ വാക്കുകൾ കൃഷ്ണനിൽ തറച്ചിറങ്ങി. അതേ, രാധാറാണി പറയുകയാണ്, നീയും ഞാനും രണ്ടല്ല, ഒന്നാണ്. രണ്ടെന്ന് തോന്നുന്നത് വിഡ്ഢികളാണെന്ന് പറയേണ്ടത് സ്വന്തം പെണ്ണിനെ നെഞ്ചോട് അണച്ചു വെച്ചിട്ട് പ്രണയത്തിന്റെ തീഷ്ണതയിലാണ് കൃഷ്ണ ഇത് പറയേണ്ടത്. അത്രയും പറഞ്ഞ് നിർത്തിയതിനു ശേഷം രാധാറാണി കൃഷ്ണനോട് ചോദിച്ചു, കൃഷ്ണ, ഞാൻ നിന്നോടൊരു കാര്യം ചോദിക്കട്ടെ. കൃഷ്ണൻ ഉത്കണ്ഠാകുലനായി നോക്കി. കാരണം രാധ ഇങ്ങനെ ചോദിച്ചിട്ടാണ് ഒരു ചോദ്യം ചോദിക്കുന്നതെങ്കിൽ ആ ചോദ്യത്തിന് തൻ്റെ സുദർശന ചക്രത്തേക്കാൾ മൂർച്ചയുണ്ടായിരിക്കുമെന്ന് കൃഷ്ണന് നല്ലതുപോലെ അറിയാം. കൃഷ്ണൻ രാധയുടെ മുഖത്തേക്ക് നോക്കി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുക. ഈ പ്രപഞ്ചത്തിലെ ആദ്യത്തെ ഫെമിനിസ്റ്റ് ആരെന്ന് നോക്കിയാൽ രാധാറാണിയാണ്. സ്വന്തം ആത്മാഭിമാനം പണയം വെച്ചുകൊണ്ട് ഒരു പ്രണയത്തിനും രാധാറാണി തയ്യാറാവുകയില്ല. അപ്പോൾ കൃഷ്ണന്റെ മൗനം കണ്ടിട്ട് വീണ്ടും രാധാറാണി ചോദിച്ചു, കൃഷ്ണ, ഞാൻ ചോദിക്കട്ടെ കൃഷ്ണ, നിന്നോട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്കതിന് ഉത്തരം തരാൻ കഴിയുമോ എന്ന് പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കൃഷ്ണന്റെ ഹൃദയമിടിപ്പ് വർദ്ധിച്ചു, ശ്വാസഗതി വേഗതയിലായി. അതേ, അത്രയ്ക്ക് മൂർച്ചയേറിയ ഒന്നാണ് രാധ ചോദിക്കാൻ പോകുന്നത്.
കൃഷ്ണ ഞാൻ ചോദിക്കട്ടെ കൃഷ്ണ, നിന്റെ അനുവാദം അത്യാവശ്യമാണ് കൃഷ്ണ. കൃഷ്ണൻ രാധയുടെ കണ്ണുകളിലേക്ക് നോക്കിയതിന് ശേഷം അല്പം പരിഭ്രമത്തോടെ കൃഷ്ണൻ സമ്മതഭാവത്തിൽ തലയാട്ടി. അപ്പൊ രാധാറാണി പറഞ്ഞു, കൃഷ്ണ നീ പല രാജകുമാരിമാരെ വിവാഹം കഴിച്ചു, എന്നിട്ടും എന്നോട് പറയുന്നു പാലിൽ വെളുപ്പെന്നതുപോലെ നമ്മൾ രണ്ടും രണ്ടല്ല എന്ന്. നീ വിവാഹം കഴിച്ചവരെല്ലാം എൻ്റെ അംശങ്ങളാണെന്ന് ഉദ്ധവനും കൂട്ടരും പറഞ്ഞു നടക്കുന്നു. അതുകൊണ്ട് നീ ചെയ്തതൊന്നും തെറ്റല്ലത്രേ. ഈ പ്രപഞ്ചത്തിലെ സ്ത്രീകളൊക്കെ രാധയുടെ അംശങ്ങളും ഈ പ്രപഞ്ചത്തിലെ സകല പുരുഷന്മാരും കൃഷ്ണന്റെ അംശവുമാണെന്ന് പറയുന്നു. അല്ലേ? അങ്ങനെയല്ലേ വാസുദേവന്റെ ഭക്തനായ ഉദ്ധവരും കൂട്ടവരും പറഞ്ഞു നടക്കുന്നത്? ശിവൻ പോലും കൃഷ്ണന്റെ അവതാരമാണെന്ന് പറയുന്നു. അല്ലേ? ഉദ്ധവൻ അങ്ങനെയല്ലേ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്? അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനൊരു കാര്യം ചോദിക്കട്ടെ കൃഷ്ണ നിന്നോട്. ഈ ലോകത്തെ എല്ലാ പുരുഷന്മാരും നിന്റെ അംശങ്ങളല്ലേ? നീ തന്നെയല്ലേ പ്രപഞ്ചത്തിലെ സകല പുരുഷന്മാരും? നീയല്ലാതെ മറ്റൊന്നുമില്ലല്ലോ കൃഷ്ണ ഈ പ്രപഞ്ചത്തില്. അങ്ങനെയെങ്കിൽ ഉദ്ധവൻ പറയുന്നതനുസരിച്ച് ഈ പ്രപഞ്ചത്തിലെ സകല പുരുഷന്മാരും കൃഷ്ണനാണത്രേ. പഞ്ചപാണ്ഡവരും കൃഷ്ണനാണത്രേ. ദുര്യോധനനും കൂട്ടരും കൃഷ്ണനാണത്രേ. നന്മ ചെയ്യുന്നവനും തിന്മ ചെയ്യുന്നവനും എല്ലാം കൃഷ്ണനാണത്രേ. അങ്ങനെയെങ്കിൽ കൃഷ്ണ എനിക്ക് അവരെ വിവാഹം കഴിച്ചിട്ട്, പല പുരുഷന്മാരെയും എനിക്ക് വിവാഹം കഴിച്ചിട്ട് അവരുമായി ഞാൻ കിടക്ക പങ്കിട്ടിട്ട് ഇതേ ന്യായം ഞാനും പറയട്ടെ കൃഷ്ണ. നമ്മൾ രണ്ടല്ല, നമ്മൾ ഒന്ന് തന്നെയാണ്. രണ്ടായി കാണുന്നതാണ് ഏറ്റവും വലിയ വിഡ്ഢിത്തരം. ഞാൻ കൃഷ്ണന്റെ അംശങ്ങളുമായാണ് കിടക്ക പങ്കിട്ടതെന്ന് ഞാനും പറയട്ടെ കൃഷ്ണ. കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുകയാണ്, ഞെട്ടിത്തെറിച്ച് നിൽക്കുകയാണ്. കൃഷ്ണൻ മനസ്സിലാക്കുകയാണ്, വാസുദേവന്റെ മുഖത്ത് നോക്കി ഇങ്ങനെ ചോദിക്കാൻ ധൈര്യമുള്ള ഈ പ്രപഞ്ചത്തിലെ ഒരേ ഒരു സ്ത്രീ രാധ. അല്പം ആദരവോടുകൂടി തന്നെയാണ് കൃഷ്ണൻ നോക്കുന്നത്. രാധാറാണി തുടർന്നു, കൃഷ്ണ ഇത് രാധയ്ക്ക് മാത്രമല്ല, രുക്മിണിക്കും സത്യഭാമയ്ക്കും എല്ലാം വേറെ പുരുഷന്മാരെ വിവാഹം കഴിച്ചുകൂടെ? കാരണം അവരെല്ലാം നീ തന്നെയാണല്ലോ കൃഷ്ണ. രണ്ടായി കണ്ടൂടല്ലോ കൃഷ്ണ. അങ്ങനെയാണെങ്കിൽ അവർക്കെല്ലാം വേറെ വിവാഹം കഴിച്ചുകൂടെ? എല്ലാം സത്യഭാമയും രുക്മിണിയും ജാമ്പവതിയും എല്ലാം ഒരുപാട് പുരുഷന്മാരെ വിവാഹം കഴിക്കട്ടെ. അതോ ഒരു പുരുഷന് മാത്രം പലരെ വിവാഹം കഴിക്കാം? സ്ത്രീ ഒരാളെ മാത്രം ധ്യാനിച്ചു കഴിഞ്ഞുകൊള്ളണം. പുരുഷൻ എത്ര പേരെയും വിവാഹം കഴിക്കാം, അതെല്ലാം ഒരേ സ്ത്രീയുടെ അംശം. സ്ത്രീക്കത് പാടില്ല എന്നാണോ? പ്രേക്ഷകരെ, ഇന്നും നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നത് അതല്ലേ? നിങ്ങളുടെ ഭർത്താവിന് മറ്റൊരു സ്ത്രീയെ കല്യാണം കഴിക്കാം, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുമായി ബന്ധമാകാം. പരാതി പറഞ്ഞാൽ പോലും അവർ പറയും, ആണുങ്ങളല്ലേ, കുറച്ചൊക്കെ നമ്മൾ പെണ്ണുങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ. പക്ഷേ ഇതേ പെണ്ണ്, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്കൊരു പരപുരുഷ ബന്ധം ഉണ്ടെങ്കിലോ നിങ്ങളുടെ കെട്ടിയവൻ സഹിക്കുമോ? നിങ്ങളുടെ വീട്ടുകാരെന്താ പറയും? സർവ്വതും കുറ്റപ്പെടുത്തുന്നത് സ്ത്രീയല്ലേ? ഈ ചോദ്യമാണ് രാധാറാണി ചോദിക്കുന്നത്. ഇത് പുരുഷന് മാത്രം ബാധകമായ ഒന്നാണോ? രാധാറാണി വീണ്ടും കൃഷ്ണന്റെ നേർക്ക് ചോദിച്ചു. ആ ചോദ്യം കൃഷ്ണനിൽ മുഴങ്ങിക്കേട്ടു. അതേ കൃഷ്ണ, ഈ പ്രപഞ്ചത്തിലെ എല്ലാ പുരുഷനും നീയാണെങ്കിൽ ഞാനും പലരെ വിവാഹം കഴിക്കട്ടെ, രുക്മിണിയും കഴിക്കട്ടെ, സത്യഭാമയും കഴിക്കട്ടെ, എന്നിട്ട് അവരുമായി കിടക്ക പങ്കിടട്ടെ. ഞങ്ങൾ ആരും ചെയ്യുന്നത് തെറ്റല്ലല്ലോ. കാരണം നമ്മൾ രണ്ടല്ലല്ലോ കൃഷ്ണ. നമ്മൾ രണ്ടും ഒന്നല്ലേ? രണ്ടായി കാണുന്നതല്ലേ വിഡ്ഢിത്തരം എന്ന് പറയുന്നത്? ഒരു നിമിഷം കൃഷ്ണൻ ശ്വാസം നിലച്ചതുപോലെ നിന്നു. രാധാറാണിയും ഒന്ന് നിന്നു കിതപ്പടക്കി. എന്നിട്ട് രാധാറാണി പറഞ്ഞു, കൃഷ്ണ ദയവ് ചെയ്ത് ഉപദേശം നിർത്തൂ കൃഷ്ണ. അതാ ഗോപികമാരോടും
നിന്നെ ഭഗവാനായി കാണുന്ന ഭക്തരോടും മാത്രം മതി കൃഷ്ണ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട് കൃഷ്ണ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ട്. പണ്ട് നീ വൃന്ദാവനത്തിലുണ്ടായിരുന്നപ്പോൾ ഈ പാൽക്കാരി പെണ്ണ് എത്ര തീവ്രതയോടെയാണോ നിന്നെ സ്നേഹിച്ചത്, അതേ തീവ്രതയോടെ ഈ പാൽക്കാരി പെണ്ണ് ഇന്നും നിന്നെ സ്നേഹിക്കുന്നു. ഇനി എന്നും നിന്നെ സ്നേഹിക്കും കൃഷ്ണ, എന്നും സ്നേഹിക്കും. ആ തീവ്രതയ്ക്ക് അല്പം പോലും കുറവ് വരില്ല. ആ തീവ്രത കൂടുകയേ ഉള്ളൂ. അവസാന ശ്വാസം വരെയും രാധകൃഷ്ണനെ സ്നേഹിക്കും. കൃഷ്ണനെ മാത്രം സ്നേഹിക്കും. രാധയുടെ കണ്ണിൽ കൃഷ്ണൻ മാത്രമാണ് പുരുഷൻ. മറ്റുള്ളവരൊക്കെ കൃഷ്ണന്റെ അംശമാണെന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കാൻ തക്കവണ്ണം വിഡ്ഢിയല്ല രാധ. രാധയ്ക്ക് കൃഷ്ണൻ മാത്രമാണ് വേണ്ടത്, അതല്ല കൃഷ്ണ. ഇനി മറ്റുള്ള പുരുഷന്മാരെല്ലാം നിന്റെ അംശങ്ങളാണെങ്കിലും എനിക്ക് അംശത്തെ വേണ്ട കൃഷ്ണ, എനിക്ക് അംശങ്ങളെ വേണ്ട കൃഷ്ണ. എൻ്റെ മുമ്പിൽ പരിപൂർണതമനായ നീ തന്നെ നിൽക്കുമ്പോൾ എനിക്കെന്തിനാണ് അംശം? ആ ചോദ്യം കൃഷ്ണന്റെ ഹൃദയത്തിൽ തട്ടി മാറ്റിക്കൊണ്ടു. പരിപൂർണയായ രാധ തന്നെ ഉള്ളപ്പോൾ പിന്നെ എന്തിനാണ് രാധയുടെ അംശം? അതാണ് ആ ചോദ്യം. പരിപൂർണതമയായ രാധ നിൽക്കുമ്പോൾ പിന്നെ എന്തിനാണ് രാധയുടെ അംശം? കൃഷ്ണ നിന്നെ ഞാൻ സ്നേഹിക്കുന്നു, തീവ്രമായി സ്നേഹിക്കുന്നു. എന്നും നിന്നെ ഞാൻ സ്നേഹിക്കും കൃഷ്ണ. എൻ്റെ സ്നേഹം നിനക്കുള്ളത് മാത്രമാണ് കൃഷ്ണ. ഈ ശരീരം, ഈ ഹൃദയം അത് കൃഷ്ണന് വേണ്ടി മാത്രം സമർപ്പിച്ചതാണ്. വേറെ ഒരു പുരുഷനും ഈ വിരൽ തുമ്പിൽ തൊടുന്നാൽ ചിന്തിക്കാൻ പോലും ധൈര്യപ്പെടുകയില്ല. അത്രയും പറഞ്ഞ് ഒന്ന് നിർത്തിയതിനു ശേഷം രാധാറാണി തൻ്റെ വലത് കൈ കൃഷ്ണന്റെ നേർക്ക് നീട്ടിയിട്ട് പറഞ്ഞു, കൃഷ്ണ, ഒരു നിമിഷ നേരത്തേക്ക് പഴയ കണ്ണനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, എൻ്റെ പഴയ കണ്ണനുണ്ണിയാകാൻ കഴിയുമെങ്കിൽ, എൻ്റെ പഴയ കൺഖയാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, എന്നോടൊത്ത് രാസലീലയാടിയ കൃഷ്ണനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, എന്നോടൊത്ത് യമുനയിൽ നീന്തി തുടിച്ച കൃഷ്ണനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഗോക്കളമേച്ചു പൊടികൾ നിറഞ്ഞ് ആർത്തുല്ലസിച്ചു വരുന്ന കൃഷ്ണനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, രാധയുടെ പാദങ്ങളെടുത്ത് ചരണച്ചെഞ്ചാറ് പുരട്ടാൻ കഴിയുന്ന കൃഷ്ണനാകാൻ നിനക്ക് കഴിയുമെങ്കിൽ, ഈ കൈകളിൽ നീ തൊടൂ കൃഷ്ണ, ഈ കൈകളിൽ നീ ചുംബിക്കൂ കൃഷ്ണ. കൃഷ്ണൻ ഞെട്ടിത്തെരിച്ചു നിൽക്കുകയാണ്. തൊടൂ കൃഷ്ണ, ഈ കൈകളിൽ നീ ചുംബിക്കൂ കൃഷ്ണ. പക്ഷേ കൃഷ്ണനായിട്ട്, വാസുദേവനായിട്ട്, ഭഗവാനായിട്ട് തൊടരുത്, ചുംബിക്കരുത്. രാധയ്ക്ക് ഭഗവാനായ വാസുദേവനെ വേണ്ട കൃഷ്ണ. രാധയ്ക്ക് വേണ്ടത് ഗോക്കളെ വേയ്ക്കുന്ന ഗോപാലകനായ കൃഷ്ണനാണ്. രാധയ്ക്ക് വേണ്ടത് യമുനയിൽ മുങ്ങിക്കുളിക്കുന്ന കൃഷ്ണനാണ്. രാധയ്ക്ക് വേണ്ടത് തൈർക്കലമുടയ്ക്കുന്ന കൃഷ്ണനെയാണ്. രാധയ്ക്ക് വേണ്ടത് കുസൃതി കാട്ടുന്ന കൃഷ്ണനെയാണ്. രാസലീലയാടുന്ന കൃഷ്ണനെയാണ് വേണ്ടത്. നികുഞ്ചത്തിൽ പ്രണയം കൊണ്ട് തിളച്ചു മറിഞ്ഞു നിൽക്കുന്ന കൃഷ്ണനെയാണ് എനിക്ക് വേണ്ടത്. രാധയ്ക്ക് വേണ്ടത് അർദ്ധരാത്രിയിൽ, രാത്രിയുടെ 1-ാം യാമത്തിൽ കാലുകൾ പിണച്ചു വെച്ച് രാധയ്ക്ക് വേണ്ടി ഓടക്കുഴൽ വായിക്കുന്ന ഒരു കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനെയാണ് വേണ്ടത്. എനിക്ക് വേണ്ടത് എന്നെ എൻ്റെ വീട്ടുകാര് തടവിലാക്കുന്ന സമയത്ത് ഓട് ഇളക്കി അതിനകത്തിറങ്ങി എന്നെയും കൊണ്ട് ബലരാമൻ ജ്യേഷ്ഠനോടൊത്ത് എന്നെ രക്ഷിച്ചു കൊണ്ടുപോയി രാസലീല നടത്തുന്ന കൃഷ്ണനുണ്ട്. ആ കൃഷ്ണനെയാണ് എനിക്ക് വേണ്ടത്. ഒരു നിമിഷത്തേക്കെങ്കിലും കൃഷ്ണ, നിനക്ക് ആ കൃഷ്ണനാകാൻ പറ്റുമെങ്കിൽ ചുംബിക്കൂ കൃഷ്ണ, ഈ കൈകളിൽ.
കൃഷ്ണൻ സ്തംഭിച്ചു നിൽക്കുന്നു. എന്തായിരിക്കും കൃഷ്ണന്റെ പ്രതികരണം? എന്തായിരിക്കും കൃഷ്ണന്റെ പ്രതികരണം? എന്തായിരിക്കും കൃഷ്ണന്റെ പ്രതികരണം? ഒരു നിമിഷം പഴയ കണ്ണനായി മാറി ഈ കൈകളിൽ ചുംബിക്കാൻ കൃഷ്ണൻ തയ്യാറാകുമോ? കാത്തിരിക്കൂ, കാത്തിരിക്കൂ, കാത്തിരിക്കൂ. രാധേ രാധേ, ഓ രാധേ രാധേ, 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 രാധേ രാധേ, ഓ രാധേ രാധേ. ഓം ശ്രീം ഹ്രീം ക്ലീം ഐം രം രാസേശ്വരി രാധികായേ സ്വാഹ.